ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മന്ദാര ഫാമിലിക്ക് സ്വാഗതം. ഇന്ന് സമയം 6:30 ഞാൻ എണീറ്റപ്പോൾ നേരത്തെ എണീക്കണമെന്നൊക്കെ വിചാരിച്ചതാ. ഇന്ന് 1-ാം തീയതി ആണല്ലോ. നമ്മുടെ അമ്മതേ തറവാട്ടമ്പലത്തിലൊക്കെ പോയി വന്ന് ഭത്തികാനൊക്കെ വെച്ച് ഉമ്മർത്ത് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. മക്കളതേ നേരത്തെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയതാണ് കേട്ടാ. രണ്ടാളെയും വിളിച്ചിട്ട് എണീക്കുന്നില്ല കേട്ടാ. ഇനി നമ്മുടെ അടുക്കളയോട്ട് ഞാൻ ചെന്നപ്പോഴേ നമ്മുടെ അമ്മ വെണ്ടക്കായും സവാളയൊക്കെ എരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ് കേട്ടോ. ഇന്ന് എന്തിട്ടാണ് അവ കറി നോക്കാം. നമുക്ക് കുക്കറിലാണ് വെച്ചേക്കണേ. എന്തായാലും സാമ്പാറായിരിക്കുള്ളൂ. ഒന്നാദ്യം മിക്കുന്ന സാമ്പാർ വെക്കാറ്. പിന്നെ നമ്മുടെ ചോറൊക്കെ ഇതേ മുറ്റത്ത് അടുപ്പിൽ റെഡി ആയിട്ട് ഞാൻ ദേ കുളിച്ച് സെറ്റ് ആവുന്നുണ്ട്. അമ്പലത്തിൽ പോകാൻ ഡൂഡു മുഖംമുടിയൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. സ്കൂളിൽ പോകാണ്ട് അമ്പലത്തിൽ പോയി വന്നത് നനഞ്ഞ് കുളിച്ച് നിൽക്കുന്നുണ്ട്. നല്ല മഴ പെയ്ത് പകുതി എത്തിപ്പോട്ടെ. എൻ്റെ കുടുംബനാണ് ആകെ നനഞ്ഞേട്ടാ. ദേ നനഞ്ഞ് വന്നപ്പോൾ ഞാൻ തലമുടിയൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ പുരുകൻ ത്രെഡ് ചെയ്ത് എൻ്റെ വീട്ടിൽ ഞാൻ ബ്ലേഡ് തന്നെ വെച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. പിന്നെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാവും. സെറ്റ് ചെയ്യണം. പിന്നെ വാട്ടർ പ്രൂഫ് ഐലൈനർ ചെയ്തത് കൊണ്ട് കണ്ണൊക്കെ ആകെ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത് തന്നെ കുളിച്ച് സുന്ദരിയായിട്ട് അമ്പലത്തിൽ പോയിണ്ടായിരുന്നു കേട്ടോ. മഴ കുറഞ്ഞു. അപ്പം നമ്മുടെ അമ്മ പറഞ്ഞേ ഒരു ചക്ക വെട്ടി ഉപ്പേരി വെച്ചാലോന്ന്. ഞാൻ പറഞ്ഞു വെട്ടി തന്നാൽ ഞാൻ അരിഞ്ഞൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെട്ടി തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചക്ക വെക്കണ രീതി ചട്ടിയിൽ അഞ്ഞിട്ടാട്ട വെക്കണേ. സാധാരണ നമ്മൾ സെപ്പറേറ്റ് വെള്ളത്തിലൊക്കെ ഇട്ടാണ് വേവിച്ചെടുക്കാറ്. ഇന്ന് പഴച്ചക്ക, ഇവിടെ നമ്മൾ പഴച്ചക്ക എന്നാ പറയോട്ടെ. പഴച്ചക്ക ആയതുകൊണ്ട് അമ്മ പറഞ്ഞു പെട്ടെന്ന് ഉടഞ്ഞു പോവും, അപ്പോൾ ആവി കയറ്റി കഴിഞ്ഞ് വെന്തോളും എന്ന് പറഞ്ഞിട്ടോ. അപ്പം ഞാനിന്ന് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നമ്മുടെ വറ്റൽമുളകൊക്കെ ചതച്ചിട്ട് മൂപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് കളറിനും പിന്നെ വറ്റൽമുളകിന് എരിവ് കുറവ് കാട്ടാം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തേക്കണത്. പിന്നെ ചക്കതേ നിറഞ്ഞോട്ട് ചട്ടിയിൽ ചെറിയ ചട്ടി എടുത്തത് ഇളക്കാനും പറ്റാത്ത അവസ്ഥയായിട്ട് ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ നിൽക്കാണ് കേട്ടോ. എന്തായാലും പറ്റില്ലല്ലോ ഇനി മാറ്റാനായിട്ട്. ഇനി ഇതിൽ തന്നെ കിടന്ന് അപ്പം അമ്മ പറഞ്ഞു വെള്ളം തെളിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ സെറ്റായിക്കോളും കേട്ടോ. ഇനിയത്തെ നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ മക്കൾ സ്കൂൾ വിട്ട് വന്നു. അപ്പോൾ യൂണിഫോമൊക്കെ അവിടെ ഇവിടെ മാറിയിട്ടുണ്ട്. ചായക്കപ്പൊക്കെ എടുത്ത് വെച്ച് ഇനി വൈകുന്നേരത്തെ കടമാന്ന് പറഞ്ഞത് അടിച്ച് തുടയ്ക്കുക എന്നുള്ളത്. ഒന്നാദ്യം കൂടെ അല്ലേ നമുക്ക് വിളക്കൊക്കെ വെക്കേണ്ട. അപ്പോൾ അടിച്ച് വരിയാൻ തുടയ്ക്കാൻ നിൽക്കേണ്ട സമയം ഒരു 5:45 ആയിട്ട്. അപ്പോൾ നമ്മുടെ അമ്പലത്തിലെ ചന്ദനക്കുന്നിൽ നിന്ന് മരുന്ന് കഞ്ഞി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ദീപാരാധനയ്ക്കൊക്കെ പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞാൽ അമ്മതേ പോകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പോയില്ല. ഇവരെയും കൊണ്ട് പോകണമെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ പണികൾ ചെയ്യാമെന്ന് പറഞ്ഞു. അമ്മോട് ഞാൻ പോയിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അതേ പോകാൻ റെഡിയായി നിൽക്കണം. ഞാൻ അതേ അപ്പോഴേക്കും വേഗം അടിച്ച് തുടച്ച് ഇനി വിളക്കൊക്കെ വെക്കണമല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞ് വിളക്ക് വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൂടെ ഞാൻ പതുക്കെ തുടയ്ക്കണം കേട്ടോ. എനിക്ക് പെട്ടെന്ന് കൂടുതൽ സമയം ഇങ്ങനെ പെട്ടെന്ന് ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ്. അയ്യോ എന്ന് വെച്ചിട്ടിരിക്കും കേട്ടോ എപ്പോഴും. അപ്പം അച്ഛൻ പറഞ്ഞു നീ വേഗം തുടച്ചോ എന്നിട്ട് കുളിച്ചാൽ മതി, ഞാൻ അപ്പോഴേക്കും തുടച്ച് ഇനി വിളക്ക് വെച്ചോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പം അമ്മ പറഞ്ഞു അന്ന് ഞാൻ വിളക്ക് വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അമ്മ സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് പകുതി സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പോകുമ്പോഴേക്കും എന്തേ വിളക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വേഗം പോയി ഇതേ വിശർത്ത് കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. ഇതേ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എൻ്റെ മക്കളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നില്ലെങ്കിൽ വിളിക്കണം അല്ലെങ്കിൽ വിളിക്കേണ്ട, രണ്ട് രീതിയിലാണ്. ഇന്ന് ഫസ്റ്റത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ വന്നില്ല കേട്ടോ. പിന്നെ തനിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടെ വന്ന് ഞങ്ങൾ 3 പേരും കൂടെ നാമം ചൊല്ലാനൊക്കെ ഇരുന്നിട്ടുണ്ടായി കേട്ടോ. നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്കിങ്ങനെ എല്ലാവരും കൂടെ നാമം ചൊല്ലാനൊക്കെ ഇരിക്കുന്നത്. മക്കളുടെ കൂടെ പ്രത്യേകിച്ചിരിക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനും മക്കളും കൂടെ ഇന്ന് 1-ാം തീയതിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് തുടങ്ങി എല്ലാ ദിവസവും നമുക്ക് നാമം ചൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എത്ര ദിവസത്തേക്ക് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ എൻ്റെ കാര്യം. ഈ നാമം ചൊല്ലേണ്ട ഇടയ്ക്ക് തന്നെ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നാമം ചൊല്ലലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കൊടുക്കാനാണ്. അവർക്ക് ഞാൻ ഒരു 7 മണി 7:30 നമ്മൾക്ക് ഫുഡ് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ പപ്പടം വറക്കാനായിട്ട് പോകണം. അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പപ്പടം കാണാനാണ് വാങ്ങിച്ചിട്ട് പോകണേ, എന്താ വറക്കാത്തതെന്ന് ചോദിച്ചിട്ടാ. അച്ഛൻ എന്തെങ്കിലും സാധനം കൊണ്ടു അപ്പം വറുത്ത് കിട്ടണം അല്ലെങ്കിൽ വെച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ പപ്പടം വറക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എന്തായാലും, പക്ഷെ അച്ഛൻ അപ്പോഴേക്കും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനൊരു വാശിയാണ് അപ്പം തന്നെ കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ അതേ മക്കൾക്ക് എന്തായാലും പപ്പടം വറുത്ത് കൊടുക്കട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ പപ്പടത്തിൻ്റെ ഉള്ളിലേ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുത്താലേ എണ്ണയൊന്നും പിടിക്കില്ലല്ലോ. അപ്പോൾ പപ്പടം ഞാൻ വറുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ചട്ടി കരിയെന്നൊരു സംശയമുണ്ട്. പുക ആകെ പോണം. ഇങ്ങനെ തീ കത്തിച്ച് വേഗം പപ്പടാവുമല്ലോ. അപ്പം ഞാൻ എന്തായാലും പപ്പടം വറുത്ത്, അപ്പോൾ അവിടെ പറയുന്നുണ്ട് അമ്പിളി മാമൻ്റെ ആകൃതിയിലുള്ള പപ്പടമൊക്കെ വേണമെന്നിട്ട്. അവരുടെ സ്വഭാവം പപ്പടം വറക്കാൻ അങ്ങനെ തന്നെ കേട്ടോ. ടൂടൂന് കഷ്ണങ്ങളാക്കി ചീന്തി വറക്കണം, കിടൂന് അമ്പിളിമാമൻ്റെ ഷേപ്പിൽ വറക്കണം. പല ഷേപ്പുകൾ പലതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പടം സെറ്റായിട്ടുണ്ട്. ഇനി അവർക്ക് ചോറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സാമ്പാറുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്.
ഇവിടെ ഡുഡുമോനല്ല പച്ചമുളക് എടുത്തവൻ, കിടുമോനാണ് കേട്ടോ. അത് അവൻ ഞാൻ പറഞ്ഞില്ല എരുവിൻ്റെ ആശാനാണ് അവൻ. ഈ പച്ചമുളക് കൂട്ടി കഴിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്